ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ഗാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കീരിത്തോട് പോതിപ്പാലം ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് കടന്നു വരുവാനും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേക ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഈ പ്രദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സംഭവ ചരിത്രമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം. ആ കപ്പല് പുറപ്പെടുന്നതിന് മുമ്പ് അതിന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കടന്നു പോകുന്നത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കൂടെയാണ്, വളരെ സൂക്ഷിക്കണം, അവിടെ മഞ്ഞു മലകളുണ്ട് എന്ന് പറയുവാനിട വന്നു. എന്നാൽ അതിന് ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നോക്കിയാൽ പോലും ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കപ്പൽ തന്റെ കന്യായാത്ര ആരംഭിച്ചു. അനേകായിരങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ജനലക്ഷങ്ങൾ അനേക പൈസ മുടക്കി ആ കപ്പലിൽ ടിക്കറ്റ് മേടിച്ച് യാത്ര ആരംഭിച്ചു. എന്നാൽ കന്യായാത്രയിൽ തന്നെ ആ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് ആ കപ്പൽ തകർന്ന് അനേകായിരങ്ങൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ താഴ്ന്നുപോയി. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് ലഭിച്ച ഒരു മുന്നറിയിപ്പിനെ അത് അവഗണിച്ചു കളഞ്ഞതുകൊണ്ട് വൻ ദുരന്തം സംഭവിക്കാനിട വന്നു. ഇന്ന് പകൽ ഈ ദേശത്തോടും ചില മുന്നറിയിപ്പുകൾ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, സ്നേഹിത, നീ ഇങ്ങനെ മദ്യത്തിന് അടിമയായി മയക്കുമതിന് അടിമയായി നീ ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയാൽ നിന്റെ കുടുംബം തകർന്നു പോകും എന്നൊരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, നീ ഇങ്ങനെ മയക്കുമതിന് അടിമയായി ഓരോ ദിവസവും നീ മുന്നോട്ട് കടന്നുപോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം തകർന്ന് നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർന്ന് ഏറ്റവും ഒരു നഷ്ടത്തിന് വലിയൊരു ദിവസത്തിലേക്ക് മാറിപ്പോകും, അല്ലെ കുടുംബം തകർന്നു പോകുമെന്നൊരു മുന്നറിയിപ്പ് ഈ ദേശത്തോട് പറയുന്നതിന് ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തെ നോക്കിയാൽ ഒരു സ്ഥലത്തും മനുഷ്യന് സമാധാനമില്ല, സന്തോഷമില്ല. അനേകർ സമാധാനത്തിന് വേണ്ടി അനേകർ ഓടിക്കൊണ്ടിരിക്കുക. എവിടെ ഈ സമാധാനം ലഭിക്കും, എവിടെ ഈ സന്തോഷം ലഭിക്കുമെന്ന് നോക്കിക്കൊണ്ട് അനേകർ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ അവസാനം അല്പനേര ആശ്വാസത്തിന് വേണ്ടി സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി അവൻ ലഹരി പദാർത്ഥത്തിൽ ആശ്രയിച്ചു, അവൻ മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ കഞ്ചാവിൽ ആശ്രയിച്ചു. പക്ഷേ അവസാനം അങ്ങനെ ആശ്രയിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയും സമാധാനം ആ ലഹരിയുടെ അടിമയായി, പിന്നെയും സമാധാനം നഷ്ടപ്പെട്ടവരായി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മുഴം കയറിന്റെ അകത്തോ അല്പവിഷത്തിനകത്തോ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നമ്മൾ ശാസ്ത്രമൊക്കെ വളരെ പുരോഗമിച്ചു വന്നേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർ ഇങ്ങനെയാണ് മദ്യപിക്കുന്ന മനുഷ്യന്റെ മദ്യപാനം നിർത്തുവാൻ അവർ പുതിയൊരു കാര്യം കണ്ടെത്തി. അതെന്താന്ന് ചോദിച്ചാൽ, മദ്യപിക്കുന്ന മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ആ ഗുളിക കലക്കി കൊടുക്കും. അങ്ങനെ വീട്ടിലെ അവന്റെ ഭാര്യയും മക്കളെല്ലാം ചേർന്ന് കലക്കി കൊടുക്കും. അങ്ങനെ ഒരു ദിവസം 2 ദിവസം അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനും മദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക. അങ്ങനെ അവൻ മദ്യത്തിൽ നിന്ന് ഒരു ദിവസം മാറുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നമുക്കറിയാമോ? അങ്ങനെ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം കഴിഞ്ഞു. പിന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആ ഗുളികയുടെ ശക്തിയൊക്കെ തീർന്നപ്പോൾ വീണ്ടും അദ്ദേഹം മദ്യത്തിൽ ആശ്രയിച്ചു. പിന്നെ മദ്യത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരുന്നു. ആദ്യം മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ഗുളികയുടെ ശക്തി എല്ലാം നഷ്ടപ്പെട്ടവരായി. അത് മാത്രമല്ല, അനേക മാനസിക രോഗികളായിട്ട് കഴിയുന്ന എത്ര കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ ദേശത്തോട് ഞങ്ങൾ ചങ്കുറപ്പോൾ ഒരു കാര്യം പറയാം: മദ്യപാനം നിർത്തുവാൻ നടന്നിട്ടും ഗുളിക കഴിച്ചിട്ടും അത് മാറ്റം വരാതെ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഉത്തരം നല്ല വാർത്തയാണ്. സുവിശേഷം
ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരു മതത്തിന്റെ പ്രസംഗമല്ല സുവിശേഷം. പിന്നെ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ സുവിശേഷം ഒരു മാർഗമാണ്. സുവിശേഷം എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ സമാധാനം തരുന്ന മാർഗം, കുടുംബത്തിന് സന്തോഷം തരുന്ന മാർഗം, മദ്യപാനത്തിൽ നിന്ന് മാറ്റുന്ന മാർഗം, നിന്റെ കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തും എവിടെയും പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങളില് മനുഷ്യനെ ഭക്ഷിക്കുന്ന നരഭോജിനിടയിൽ ഈ സുവിശേഷം കടന്നു ചെന്നു. ഈ സുവിശേഷമായിട്ട് അനേക ദൈവവാസം അവിടുത്തെ കാലുകുത്തി. എന്നാൽ അനേകം നരഭോജികള് ഈ സുവിശേഷത്തെ കുറിച്ച് കേൾക്കുവാനിട വന്നു. അവർ സുവിശേഷം കേട്ട് സുവിശേഷം വിശ്വസിച്ച് ആ യേശുവിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുവാനിട വന്നു. എന്നാൽ അന്നൊരു ദിവസം നരഭോജികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗിനകത്ത് ഒരു ദിവസം ചെന്ന് ഒരു കാര്യം ചോദിച്ചു, അല്ലയോ നരഭോജികളെ, ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവദാസ, ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആഹാരം പ്രിയ ദൈവദാസനായി തീർന്നേനെന്ന് പ്രിയ നരഭോജികൾ പറയാനിട വന്നു. നരഭോജിയെ നരസേനകിയാക്കി മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണം ഇത് ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്, വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. ആളുകളായി ജനങ്ങളുടെ സമാധാനം തരാനും സന്തോഷം തരാനും പഠിപ്പിച്ച ഒരു മാർഗമുണ്ടെങ്കിൽ അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കപ്പെടാനുള്ള കാരണം? യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തോരം പാടിയാലും എന്തോരം പ്രസംഗിച്ചാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ചില ആൾ പറയും യേശു ആരാണെന്ന ചോദ്യത്തിന് പറയും യേശു മറിയയുടെ മകനാണ്, യേശു യോസേപ്പിന്റെ മകനാണ്, യേശു മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്, യേശു കടലിനെ ശാന്തമാക്കിയവനാണ്. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അനേക ഉത്തരങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥമായ ഉത്തരം എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ആളുകള് അനേക തെരുവോരങ്ങളിൽ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് രക്ഷകനാന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഏക മനുഷ്യനാൽ പാപം ഭൂമിയിൽ വന്നു. ആദ്യ മനുഷ്യനായ ആദാമും ഹവ്വായും പാപം ചെയ്യുന്ന ഫലമായി മാനവരാശി മുഴുവനും പാപത്തിനടിമയായി തീർന്നു. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അന്നു മുതൽ മനുഷ്യൻ ഓട്ടമാണ്. പഴയ നിയമകാലം പഠിച്ചാൽ അനേക യാഗങ്ങൾ നടത്തുന്നു, തീർന്നില്ല. ഇങ്ങോട്ട് കടന്നു വന്നാൽ ഇപ്പോഴും അനേക ചെരുപ്പിടാൻ നടക്കുന്നു, അനേകർ മലകൾ കയറുന്നു, അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അനേക ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇവിടെയൊന്നും മനുഷ്യൻ യഥാർത്ഥമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. പഴയ നിയമകാലത്ത് ഇങ്ങനെ പറയുന്നു, കുറുംപ്രാവിനെ, ആടിനെ, കാളയൊക്കെ യാഗം കഴിച്ച് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ അവിടുന്ന് യഥാർത്ഥമായിട്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുവാനിട വന്നു. ഇന്ന് പല ദേശത്തോട് പറയാം, യേശു കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ വന്നത് എന്നത് ചോദിച്ച ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിക്കുന്നതിന് പേരിലാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിട വന്നത്, മനുഷ്യനായി അവതരിക്കാനിട വന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസംബർ 25-ാം തീയതി നമ്മളെല്ലാവരും ആഘോഷിക്കുക, ക്രിസ്തുമസ്, യേശുവിന്റെ ജനനം കൊണ്ടാടുകയാ. ആ കൊണ്ടാടുമ്പോൾ നമുക്കറിയാലോ, എല്ലാവരും പുൽക്കൂട് കെട്ടി നക്ഷത്രങ്ങളൊക്കെ തൂക്കി യേശുവിന്റെ ജനനം കൊണ്ടാടുകയാ. തീർന്നില്ല സ്നേഹിത. എന്നാൽ ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ സർക്കാർ കണക്ക് പുറത്തുവിടുന്നു, ക്രിസ്തുമസ് മലയാളി ആഘോഷിച്ചപ്പോൾ ഇത്ര കോടി രൂപയുടെ മദ്യം ഇവര് കുടിച്ചെന്ന് യേശുവിന്റെ ജനനം ആഘോഷിക്കാൻ. എന്നാൽ ഞങ്ങൾ പറയും
ഇന്ന് പകൽ ഈ ദേശത്തോട് പറയാം, യേശു യഥാർത്ഥമായി നിന്റെ കുടുംബത്തിന്റെ അകത്ത് യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ മദ്യത്തോട് വിട പറയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് പറയാം, യഥാർത്ഥമായി യേശു നിന്റെ ജീവിതത്തിൽ ജനിച്ചാൽ, നിന്റെ കുടുംബത്തിൽ ജനിച്ചാൽ, ഒന്ന് നീ മദ്യത്തോട് വിട പറയും, പുകവലിയോട് വിട പറയും. ഇന്ന് പകൽ യേശു യഥാർത്ഥമായി നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ജനിക്കട്ടെ, യേശു നമ്മുടെ ജീവിതത്തിൽ ജനിക്കട്ടെ. യേശു എന്ന പേര് കൊണ്ട് മാത്രമല്ല, യേശു യഥാർത്ഥമായി നിന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഇതുപോലെ യേശു ആരാണെന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുക. യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. നമ്മളെല്ലാവരും യേശുവിന്റെ ജനനത്തെ കൊണ്ടാടി നമ്മൾ ആഘോഷിക്കുന്നവരാണ്. ഏകദേശം 33 തിരുവയസ്സ് വരെ കർത്താവ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീരപ്രവർത്തികൾ ചെയ്തു. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ അത്ഭുതങ്ങൾ ഒന്നാമത് കർത്താവ് യേശു ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് പ്രസംഗിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് അനേക രോഗികൾ യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു, മരിച്ചവരെ യേശു കർത്താവ് ഉയർപ്പിച്ചു. എന്നാൽ യേശു ചെയ്തൊരു അത്ഭുതം എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അവരുടെ നിയമം ഇങ്ങനെയാണ്, 12 വർഷം അവളെ അധ്വാനിച്ച പൈസ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവളുടെ രോഗത്തിന് വിടുതൽ സൗഖ്യം ലഭിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ കാര്യം ഓർത്തു, യേശുവിനെ കുറിച്ച് അവൾ അറിഞ്ഞു. അതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, യേശു എന്നെ അറിയണ്ട, യേശു എന്നെ കാണണ്ട, പക്ഷെ യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ പറയുവാനാണ് വന്നു. അങ്ങനെ അനേക ആയിരങ്ങൾ തിക്കിത്തിരക്കുന്ന യേശുവിന്റെ അടുക്കൽ ആ പ്രിയ സഹോദരി കടന്നു എന്ന് തന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. കേൾക്കണമോ? പഴയ നിയമകാലം പ്രമാണിച്ചു പറഞ്ഞാൽ, രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്തായിരിക്കണം, ജനങ്ങളുടെ ഇടയിൽ വരാൻ അവൾക്ക് അർഹതയില്ല, അവൾ എപ്പോഴും പാളയത്തിന് പുറത്തായിരിക്കണമെന്നിരിക്കുന്ന സ്ത്രീ ഒരു കാര്യം ഓർത്തു, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ യേശുവിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടു. യേശു വസ്ത്രത്തിൽ തൊട്ട നിമിഷം തന്നെ അവളുടെ രക്തസ്രാവം നിന്നു. ഇന്ന് പകലൊരു കാര്യം പറയാം, യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടിട്ടും യേശു അശുദ്ധനായി തീർന്നില്ല. എത്ര അശുദ്ധനും യേശുവിനെ തൊടാം. നീ എത്ര പാപിയാണെങ്കിലും നിനക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. നീ എത്ര നിന്റെ പാപം എത്ര കരിപുരണ്ടമായാലും ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ, അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ചങ്കുറപ്പോടെ പറയാം, തൊട്ടവൾ യേശുവിന്റെ കാൽക്കൽ വീണു. യേശു പറഞ്ഞു, പാപ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ഇന്ന് പകൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, എത്ര ആ അശുദ്ധമായവൾ തൊട്ടിട്ടും എന്റെ യേശു അശുദ്ധനായില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അശുദ്ധിയുള്ളവൻ തൊട്ടപ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽ ചങ്കുറപ്പോടെ ഈ ദേശത്ത് പറയാം, യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ എത്ര അശുദ്ധനായാലും നിനക്ക് തൊടാം. യേശു പറഞ്ഞു, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. ഞാൻ വേഗം തന്നെ വാക്കിനെ നിർത്താം. അങ്ങനെ യേശു കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. കാരണം യേശുവിന്റെ പേര് വിളിക്കാൻ തന്നെ കാരണം പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായി തീർന്നത്. എന്നാൽ യേശുവിനെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ യേശു മരിക്കണമെന്ന് പിതാവിന് ഇഷ്ടമായിരിക്കയാൽ അവർ യേശുവിനെ പിടിക്കുവാൻ കടന്നു വന്നു. യേശുവിനെ പിടിച്ച് അങ്ങനെ 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ട് ഒരു രാജാവും യേശുവിനെ മേലൊരു കുറ്റവും കണ്ടില്ല. ഒരു കേൾക്കണോ? ഇന്ന് പകൽത്തിന് എന്തുകൊണ്ടാണ് പാപമില്ലാത്തവനെ എന്തുകൊണ്ടാണ് മരിക്കാൻ ഏൽപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, എന്റെയും നിന്റെയും സകല പാപവും എന്റെ യേശുവിന്റെ മേൽ പിതാവ് ഏൽപ്പിക്കുവാനാണ് വന്നു. വത്സല ശ്രോതാവേ, നിനക്ക് വേണ്ടി മധ്യസ്ഥയ്ക്ക് വേണ്ടി നിന്റെ പാപത്തിന് പ്രാശ്ചിത്തമായി മരിക്കുവാൻ ഇറങ്ങി വന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് പകല്ല ഈ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോടെ ഞങ്ങൾ പറയാം, ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ
മരണം ഒരു കൊലപാതകമല്ലായിരുന്നു, മരിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളം മുതൽ കാൽവറി വരെ യേശുവിന്റെ വ്യത ആരംഭിക്കണമെന്നു നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ, പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളത്തിന് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാപോലെ വളർച്ചു നിർത്തും. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അടിക്കുമ്പോൾ അവൻ നിലവിളിക്കുന്ന ഒച്ച 1.5 കിലോമീറ്ററോളം ദൂരം വരെ കേൾക്കാമെന്ന് ചരിത്രം പറയുമ്പോൾ, ഇതാ യേശുവിനെ റാപോലെ വളർച്ചു നിർത്തി യേശുവിനെ പുറത്ത് ചാട്ടവാറുകൾ ആഞ്ഞാഞ്ഞു പതിക്കുമ്പോഴും യേശു മൗനമായി നിന്ന് സഹിക്കുകയാണ്. നമുക്ക് ചോദിക്കുക, എന്താണ് അത്? പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: രോഗം കത്തിരിക്കുന്നവരെ മുമ്പില് മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടായി. ഇന്നും പകലില് യേശുവിനെ പ്രസംഗിക്കുവാൻ ആവേശമെന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും സകല പാപവും ചുമന്നുകൊണ്ട് അതാ ആ പീലാത്തോസിന്റെ ഗബത എന്ന കാലത്ത് നിൽക്കുന്ന അവരെ കണ്ടോ? അവന്റെ പേര് കർത്താവായ യേശു. എന്തുകൊണ്ട്? അവന്റെ പുറത്ത് ചാട്ടവാറുകള് ആഞ്ഞു പതിക്കുക, അവന്റെ തലയിൽ മുൻകിരീടം അടിച്ചിറക്കി, അവന്റെ മുഖത്തൊരു കറുത്ത തുണി കെട്ടിയിട്ട് അവര് പറഞ്ഞു, മുഷ്ടിയുരുത്തി അവൻ ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ആരാണ് ഇടിച്ചത്? നീ പ്രവചിക്കാൻ പറഞ്ഞ് യേശുവിനെ അവർ ഒത്തിരി പരിഹസിക്കുന്നവരുടെ വന്നു. അതിനുശേഷം പച്ചപ്പൈമല കുരിശുമായി യേശു കടന്നു പോകുകയാണ്. ഇന്ന് പകൽ ഈ ദേശത്തോട് വിളിച്ചു പറയുക, ഇന്ന് പകല് ഞങ്ങൾ ഒറ്റ ഒരുവനെ ഞങ്ങളുടെ പ്രസംഗിക്കാനുള്ളൂ, ഒറ്റ ഒരുവനെ ഞങ്ങൾ ഉയർത്താനുള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. അത് യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ നോക്ക്, അനേകർ യേശുവിനെ അനുഗമിച്ചു. ചാട്ടവാറ പുറത്താഞ്ഞു പതിക്കുമ്പോഴും, മുൾക്കിരീടം അവർ അടിച്ചിറക്കുമ്പോഴും, അവനെ പരിഹസിക്കുമ്പോഴും, അവന്റെ മുഖത്ത് അവർ തുപ്പുമ്പോഴും, ഇതെല്ലാം സഹിച്ചുകൊണ്ട് കടന്നു ഒരുവരെ കണ്ടോ? ഇന്ന് പകൽ എന്റെയും നിന്റെയും സകല പാപത്തിനു വേണ്ടി അതാ അവൻ കടന്നു പോവുകയാണ്. അങ്ങനെ യേശു കടന്നു പോകുന്ന വഴിക്ക് അനേക സ്ത്രീകൾ യേശുവിനെ അനുഗമിക്കേണ്ടി വന്നു. അനേക സ്ത്രീകൾ യേശുവിന് മുമ്പിൽ കരയുവാനിട വന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയട്ടെ, ആ കരയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചത് ഇങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ പേര് പറഞ്ഞാരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട, പിന്നെ ആർക്ക് വേണ്ടി കരയണം? നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് നമ്മുടെ ദേശത്തോട് ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? പത്രം കൊടുത്ത് വായിക്കണം, സോഷ്യൽ മീഡിയ ഒന്ന് കേൾക്കണം. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്? 4ാം ക്ലാസ് മുതൽ നിസ്സാര അച്ഛനൊരു വഴക്ക് പറഞ്ഞ, അമ്മയും വഴക്ക് പറഞ്ഞാൽ, നിസ്സാര വിഷയം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണ്. അനേകർ മദ്യപാനത്തിന് അടിമയാകുകയാണ്. അനേക കുഞ്ഞുങ്ങൾ കഞ്ചാവിന് അടിമയാകുകയാണ്. നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയ കണ്ടു, അധ്യാപകനെ കയ്യേറ്റം ചെയ്തൊരു വിദ്യാർത്ഥി. അങ്ങനെ നോക്കി നമ്മുടെ തലമുറ വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പകൽ ഈ ദേശത്തിൽ നിന്ന് ചങ്കുറപ്പോട് കാര്യം വിളിച്ചു പറയാ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. ഇന്ത്യക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് ഈ ദേശത്തിൽ ഞങ്ങൾ വിളിച്ചു പറയാ, ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകൂ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞേ മതിയാകൂ. ഇന്ന് പകല് ഇങ്ങനെ നടക്കുന്ന ഓരോ സുവിശേഷ മീറ്റിങ്ങുകളും ഞങ്ങൾ പറയും, നമ്മുടെ തലമുറ നാശത്തിലേക്കല്ല, നമ്മുടെ തലമുറയെ രക്ഷിപ്പാൻ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. ദേശമേ മറന്നു പോകരുത്. അതാ യേശു അന്ന് പറയുവാൻ വന്ന സാഹചര്യം തീർന്നില്ല. അങ്ങനെ യേശു കടന്നു പോകുകയാണ്. യേശു കടന്നു അവസാനം യേശുവിനെ ക്രൂശിക്കാൻ 2 കള്ളന്മാരെ നടുവിൽ, പാലിനും പരത്തിനും നടുക്കുമായി അത് 2 കള്ളന്റെ നടുവിൽ യേശു കിടക്കുകയാണ്. നമുക്ക് നോക്കാം. നോക്കിക്കേ, 2 കള്ളന്മാരുടെ നടുവിൽ. ചരിത്രം പറയുന്നു, വിശുദ്ധ തിരുവചനം പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി ഒരുവനെ കണ്ടോ? ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങൾ യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് കടന്നുള്ള കാലം എന്ന് പറഞ്ഞാൽ ആ യേശുവിന്റെ ക്രൂശ് മരണമാണ്. അടുത്ത ഈ
കുറെ ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യേശുവിന്റെ മരണം നമ്മൾ കൊണ്ടാടാൻ പോവുകയല്ലേ. യേശുവിന്റെ മരണത്തിൽ നമ്മൾ അടുത്തു വരികയല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയും, യേശു പറയട്ടെ, യഥാർത്ഥമായിട്ട് യേശു മരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞങ്ങൾ ഒരുമിച്ച് പറയും, ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. ഇന്ന് പോലെ ദുഃഖിക്കാനല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ. കാരണം ഒരു കാലത്ത് പാപത്തിന്റെ ഏറ്റവും അടിമത്തിൽ കിടന്ന ഞങ്ങളെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ഈ രക്ഷ ഞങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത്. അതുകൊണ്ട് യേശുവിന്റെ മരണത്തിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നവരാ. കാരണം ആർക്കും വേണ്ടപ്പം ഞങ്ങള് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും പോലീസുകാർക്കും വരെ തലമുറയാ അവർക്കൊക്കെ ഒരു ഭാരമായി ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. എല്ലാവരും ഞങ്ങൾ മാറ്റിക്കളഞ്ഞ ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. പക്ഷേ അവിടെ നിന്നല്ല ഞങ്ങൾ ഇത് മാറ്റം വരുത്തിയ ഒരു മാർഗമുണ്ടെങ്കിൽ അതാ യേശു കർത്താവിന്റെ സുവിശേഷം. യേശു കർത്താവ് അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥമായിട്ട് ഈ സമാധാനം വരെയുള്ള കാരണം. തീർന്നില്ല. രണ്ട് കള്ളൻ നടുവിൽ കിടക്കുന്ന യേശുവിനെ കണ്ടോ? അതിലൊരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ചു. ആ ഒരു കള്ളൻ പറയുക, അങ്ങ് രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ പാപം എത്ര കടുചുമപ്പായാലും, സ്നേഹിത, നിന്റെ പാപം എത്ര കടുചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ നിമിഷം നിനക്കൊന്ന് ഏൽപ്പിക്കാൻ കഴിയുമോ? നീ ആരാണെന്ന വിഷയമല്ല, നിന്റെ പേര് വിഷയമല്ല, നീ ഏത് ജാതി പെട്ടവെന്ന വിഷയമല്ല. ഇന്ന് പോലെ യേശു എനിക്കാണ് മരിച്ചതെന്ന് ഇന്ന് പകൽ ഈ നിമിഷം എത്ര പേർക്ക് നേർത്തി പറയാൻ കഴിയും? ഇന്ന് പോലെ കള്ളം പറഞ്ഞു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. യേശു പറഞ്ഞില്ല, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. തീർന്നില്ല. അങ്ങനെ യേശു ഉറക്കെ വിളിച്ച് യേശു പ്രാണനെ വിട്ടു. യേശു വിളിച്ച് പ്രാണനെ വിട്ടു. എല്ലാവരും പറഞ്ഞു, സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. യേശുവിന്റെ സകല പദ്ധതി ഇവിടെ കൊണ്ട് തീർന്നു. സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നെന്ന് ലോകം മുഴുവനും വിധി എഴുതി. അതാ ഇന്നും പകലില് ഈ ദേശത്തോട് ചങ്കുറപ്പെടുന്ന കാര്യം ഞാൻ പറയുക, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു മരണം കൊണ്ട് അവസാനിച്ചവനല്ല. മരണത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ വാക്ക് നിർത്താം. ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ അനേകർ മുട്ടുമടക്കി. നിങ്ങൾക്കറിയാമോ, ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. അതിനുവേണ്ടി താൻ ചെയ്ത കാര്യമെന്ന് ചോദിച്ചാൽ താൻ 12 ഡോക്ടർമാരെ തന്റെ കുടുംബത്തിനകത്ത് നിർത്തി. തീർന്നില്ല. 100-ൽ പരം ആളുകളെ താൻ ശമ്പളം കൊടുത്ത് ചെലവ് കൊടുത്ത് തന്റെ വീടിന്റെ അകത്ത് നിർത്തി. എന്തിനാണെന്നറിയാമോ? തന്റെ അവയവത്തിന് എന്തൊരു കംപ്ലൈന്റ് വന്നാൽ അത് മാറ്റി വെക്കുന്നതിന് വേണ്ടി മൈക്കിൾ ജാക്സൺ അങ്ങ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ 150 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. എന്നാൽ കേൾക്കണമോ, 50ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയാം, നിന്റെ സമ്പത്തിനു കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, നീ നേടിയ വിദ്യാഭ്യാസം കൊണ്ടോ നിന്റെ ആയുസിനെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരിക്കലും ഈ മരണം നിന്നെ കാർന്ന് പിടിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് പകൽ ദേശമേ നീ മറന്നു പോകരുത്. ഇന്ന് ശങ്കുറപ്പോടെ ഈ ദേശത്തോട് വിളിച്ചു പറയാം, ഒരിക്കലും ഈ മരണം നിന്നെ കാർന്ന് പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുമ്പ് എന്റെ യേശുവിനെ രക്ഷകൻ കർത്താവായി നീ സ്വീകരിക്കുമെങ്കിൽ മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു കവിത്രി ഇങ്ങനെ പാടി, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിപ്ലവത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക മാറ്റമൊന്നും എന്ന് പറഞ്ഞാൽ ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി അവർ തോറ്റുപോയെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. ഇന്ന് തീർന്നില്ല. യേശു കർത്താവിനെ ഇത് കല്ലറുടെ അകത്ത് അവർ അടച്ചു. യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞതുകൊണ്ട് അവര് പറഞ്ഞു, ഇവരെ ശിഷ്യന്മാർ അവരെ എടുത്തോണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എന്ന് പറയും. അങ്ങനെ പറഞ്ഞ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ അവസാനം ഒരു കല്ലറയ്ക്കകത്ത് യേശുവിനെ അവർ അടച്ചു. ഒരു വലിയ കല്ലുരട്ടി വെച്ചു. തീർന്നില്ല. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്രയാൽ അത് മുദ്ര ചെയ്യപ്പെട്ടു. അത് പറഞ്ഞു,
സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നു. ഇന്ന് പകൽ ദേശത്തോട് പറയാം, യേശു കല്ലറയുടെ അകത്ത് ഒതുങ്ങിയപ്പോൾ സകലന് പറഞ്ഞു സുവിശേഷം ഇവിടെ കൊണ്ട് തീർന്നെന്ന്. അപ്പൊ ഇന്ന് പകലില് ദേശത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് അനേകരെ സുവിശേഷത്തിന്റെ കാരണത്താല് അനേകരെ സിംഹത്തിന് ഗുഹയിലിട്ട് കളഞ്ഞു, അനേകരെ കഴുത്ത് അറുത്ത് മാറ്റിക്കളഞ്ഞു. സുവിശേഷം പ്രസംഗിച്ച കാരണത്താല് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സുവിശേഷം പ്രസംഗിച്ച കാരണത്താല് ചാണകം തിന്നേണ്ടി വന്നു. സുവിശേഷം പ്രസംഗിച്ച കാരണത്താല് അനേകരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ടും അതുകൊണ്ട് ഇന്ന് പകല് ഈ ദേശത്ത് ഞങ്ങളും യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നേ അടിച്ചാലോ ഇടിച്ചാലോ കഴുത്താത്തോട് താഴെ ഇട്ടാലോ അവിടെ കൊണ്ട് തീരുന്ന മാറ്റമല്ല സുവിശേഷം. സുവിശേഷം ഏതു കാലഘട്ടത്തിലും ഏതു സ്ഥലത്തും ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു കല്ലറ കൊണ്ട് അവസാനിച്ചവരല്ല. മൂന്നാമത്തെ ദിവസം 3 ദിവസമേ യേശുവിന്റെ കല്ലറകത്ത് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. മൂന്നാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വാക്ക് നിർത്തുകയാ. കുടുംബത്തിൽ സമാധാനമില്ലേ? ഇന്ന് പകൽ സമാധാനം തരുന്നൊരു മാർഗമാ യേശു ക്രിസ്തുവിന്റെ സമാധാനം. ഒരു നിമിഷം, നിങ്ങൾ ആരാണെന്ന് അറിയില്ല, പക്ഷെ ഒരു കാര്യം പറയുക, ഒരു നിമിഷം ആ ഹൃദയങ്ങളെ ഒന്ന് വിട്ടുകൊടുത്തേ, എനിക്ക് ആ യേശുവിനെ വേണം. സ്നേഹിത, നാളുകളായി നിന്റെ ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ ഞാൻ ജീവിക്കണ്ട, ഇനി ആത്മഹത്യ മാത്രം നീ ചിന്തിച്ചായിരിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ പറയുക, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട് കേട്ടോ, അവന്റെ പേരായി യേശു. ജീവിതത്തിനകത്ത് നാളുകളായി ഇനി എനിക്ക് സ്റ്റെപ്പില്ല, എന്റെ സകല പരിപാടി ഇവിടെ കൊണ്ട് തീർന്നു, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, മക്കൾക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, അപ്പന് വേണ്ട, ആർക്കും വേണ്ട, അവിടെ യേശുവിന് നിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇന്ന് പകൽ ദേശത്തിന് പറയുക, ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഇന്ന് പകല് നിന്റെ പാപത്തെ കടുചുമപ്പായാലും അതിന് വെളുപ്പിക്കുന്ന കർത്താവായ യേശു. നിന്റെ ലോകത്തിൽ ഭാരപ്പെട്ട് എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച വ്യക്തിയാണോ? ഇല്ല, ആ യേശു നിന്നെ മാടി വിളിക്കുക. ആ യേശുവിന്റെ സൗഖ്യത്തിലേക്ക് നിങ്ങളെ ഇന്ന് പകൽ ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഇന്ന് പകൽ യേശു നിങ്ങളുടെ സ്നേഹത്തോടെ മാടി വിളിക്കുക. എത്ര പേർക്ക് ആ യേശുവിന് വേണ്ടി ഹൃദയത്തിൽ വിട്ടുകൊടുക്കാൻ കഴിയും? ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സമാധാനത്തിൽ ഉറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല കർത്താവേ. എന്നാൽ ഈ വചനം, ഇന്ന് പ്രസംഗിച്ച ഈ വചനം യേശു എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ ഹൃദയത്തിൽ എന്റെ നാഥനായി കർത്താവ് വരണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? വത്സല സ്നേഹിത, ആ യേശു നീ വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനാണ് കർത്താവ്. ആ യേശുവിലേക്ക് കർത്താവായി ഇതുപോലെ സ്വാഗതം ചെയ്യുക. ഇന്ന് പള്ളി ദേശത്ത് നിങ്ങൾ കടന്നു വരുമ്പോൾ സ്നേഹിത മറന്നു പോകരുത്, നിങ്ങളുടെ ജീവിതത്തിന് ഏത് ഭാരമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, അവിടുന്ന് വിടിപ്പിക്കുന്ന മാർഗമാണ് യേശുവിന്റെ സ്നേഹത്തിലേക്ക്. ഇന്ന് പകൽ യഥാർത്ഥമായി സ്വാഗതം ചെയ്യുക. ഞങ്ങൾ കടന്നു വരേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, കീരത്തോട് പ്രവർത്തിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ ദിവസം ചേർന്നാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ യേശുവിന്റെ യഥാർത്ഥമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിൽക്കുന്ന കർത്താവേ, ആ യേശുവിനെ എനിക്ക് വേണം. ഇന്ന് പകൽ യേശുവിനെ ഞാൻ കർത്താവ് നാഥനമായി സ്വീകരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നിമിഷം വരെ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുവാൻ കർത്താവ് ഞങ്ങളെ ദേശത്ത് അയച്ചു. കർത്താവേ, അവരുടെ വചനം ശക്തമായി ദേശത്തോട് പറഞ്ഞ സ്തോത്രം. ഇന്നും പകൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് ഭാരത്തോടെ പ്രയാസത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്നുവെങ്കിലും, ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് മാത്രം ചിന്തിച്ചവരായിരിക്കുന്നുവെങ്കിലും, യേശുവിന്റെ സമാധാനം അവിടെ വ്യാപരിക്കട്ടെ, യേശുവിന്റെ സൗഖ്യം അവിടെ വരണ കർത്താവേ. ഇന്ന് പോലെ കേട്ട സർവ്വജനത്തിന് പേര് കർത്താവേ, ഈ ദേശത്തോടെ എല്ലാ വ്യാപാരികളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാ കർത്താവേ, ഇവിടെയുള്ള ദേശക്കാരെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മ സ്തോത്രം, എല്ലാ മഹത്വവും കർത്താവേ. പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത മകളെയുമായി ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ജീവിതത്തിൻ്റെതാകുന്ന പല അവസ്ഥകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ
ആശ്വാസമായി നമുക്ക് ഓരോരുത്തർക്കും ഈ കാലയളവിൽ ഈ കേട്ട വചനങ്ങളൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ യാത്രയാകുന്നു. ദൈവം ദേശത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കേൾവിക്കാരെയും എല്ലാ സഹോദരങ്ങളെയും ഈ ദേശത്തെ മുഴുവനുമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.